ഓം ശാന്തി. 11/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, സദാ ഈ ഒരു ലഹരിയിലിരിക്കൂ. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റുഡൻറ് ലൈഫ് ദ ബെസ്റ്റ് ആണ്. നമ്മുടെ മേൽ ബൃഹസ്പതിയുടെ ദശയാണ്. ഈ സൃഷ്ടിയുടെ അവസാന ഘട്ടത്തിൽ ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്നു. വന്നിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാ ആത്മാക്കൾക്കും തൻ്റെ ഭാഗ്യത്തെ ഉണ്ടാക്കുന്നതിനുള്ള അവസരം നൽകുന്നു. ആ അവസരം എടുക്കുന്നവർ വളരെ കുറച്ചു പേരാണ്. ആ കുറച്ചു പേരുടെ ഭാഗ്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ സ്വയം ഭാഗ്യവിധാതാവ് തന്നെയാണ് അവരെ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത്. ഭഗവാന്റെ സഹായം എന്നാൽ ഈ പഠിത്തം തന്നെയാണ്. ആരാണോ ഈ പഠിത്തം ഒരു സംശയവും കൂടാതെ പഠിച്ച് അത് ധാരണ ചെയ്ത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നത്, അവരുടെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യം ഉണ്ടാകുന്നത്. അതിനാൽ ബാബ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും മികച്ചത്. കാരണം ഈ ഒരു സമയം നമ്മളുടെ കൂടെ സ്വയം ഭഗവാൻ അച്ഛനായുമുണ്ട്, ടീച്ചറായുമുണ്ട്, സദ്ഗുരുവായും ഉണ്ട്. അതിനാൽ നമ്മുടെ മേൽ ബൃഹസ്പതിയുടെ ദിശയാണ്. ചോദ്യം: ഏതു കുട്ടികൾക്കാണ് എല്ലാവരുടെ സ്നേഹവും പ്രാപ്തമാകുന്നത്? ഉത്തരം: ആരാണോ വളരെയധികം പേരുടെ മംഗളത്തിന് നിമിത്തമാകുന്നത്, ആരുടെ മംഗളമാണോ ഉണ്ടായത്, അവർ പറയും നിങ്ങൾ നമ്മുടെ അമ്മയ്ക്ക് സമാനമാണ് എന്ന്. അപ്പോൾ സ്വയം നോക്കൂ, നമ്മൾ എത്ര പേർക്കാണ് മംഗളം ചെയ്തിട്ടുള്ളത്? ബാബയുടെ സന്ദേശം എത്ര ആത്മാക്കൾക്ക് നൽകുന്നു? ബാബ പ്രവാചകനുമാണ്. നിങ്ങൾ കുട്ടികളും സന്ദേശം നൽകണം. എല്ലാവരോടും പറയൂ, 2 പിതാവുണ്ട്. പരിധിയില്ലാത്ത പിതാവിനെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് വെള്ളം നൽകുമ്പോൾ അവർക്ക് വെള്ളം നൽകിയവരോട് വളരെ വളരെ കൃതജ്ഞത ഉണ്ടാകും. അതുപോലെ ഇന്ന് ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളും ആത്മീയ സ്നേഹത്തിനായി, ആത്മീയ ജ്ഞാനത്തിനായി ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ബാബയുടെ പരിചയം നൽകുന്നതിലൂടെ, ആത്മീയ ജ്ഞാനം നൽകുന്നതിലൂടെ അവരുടെ കൃതജ്ഞതയ്ക്ക് പാത്രമായി തീരുന്നു. അവർ അമ്മയ്ക്ക് സമാനമായി കാണുന്നു. ഇപ്രകാരം കൃതജ്ഞത നമ്മൾക്ക് എത്ര പേരിൽ നിന്ന് കിട്ടുന്നു? അതായത് എത്ര പേർക്ക് നമ്മൾ ജ്ഞാനം നൽകിയിട്ടുണ്ട്? എത്ര ആത്മാക്കൾക്കാണ് ബാബയുടെ സന്ദേശം നൽകിയിട്ടുള്ളത്? ബാബ സ്വയം പ്രവാചകനാണ്. ബാബയുടെ സന്ദേശവാഹകരാണ് നമ്മൾ ഓരോരുത്തരും. അതിനാൽ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. അവരെ ഓർമ്മിപ്പിക്കണം, നമ്മൾക്ക് 2 പിതാക്കന്മാരുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ പിതാവ്, രണ്ടാമത്തേത് ആത്മാവിൻ്റെ പിതാവ്. അങ്ങനെയുള്ള പിതാവിനെയും പിതാവിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തിനെയും ഓർമ്മിക്കണം. ഈ സന്ദേശമാണ് ലോകത്തിലുള്ള ഓരോ ആത്മാക്കൾക്കും നാം നൽകേണ്ടത്. ഈ ജ്ഞാനം കൊടുക്കുന്നതിലൂടെ അതുപയോഗിച്ച് അവർ അവരുടെ ഭാഗ്യത്തെ ഉണ്ടാക്കുന്നു. അതിൻ്റെ പുണ്യവും അതിൻ്റെ കൃതജ്ഞതയും നമ്മൾക്ക് ലഭിക്കുന്നു. ഗീതം: അങ്ങ് സ്നേഹത്തിൻ്റെ സാഗരമാണ്, അങ്ങയുടെ ഒരു തുള്ളിക്കായി ദാഹിച്ചിരിക്കുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. എയിം ഒബ്ജക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് പുരുഷാർത്ഥം ചെയ്യൂ. ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വയം തന്നോട് സംസാരിക്കൂ, ഓഹോ ബാബ, അങ്ങ് ഞങ്ങളെ ഇതുപോലെ ആക്കിയെടുക്കുന്നു. നമ്മുടെ മേൽ ബൃഹസ്പതിയുടെ ദശയാണ്. 2. തനിക്ക് സമാനം ആക്കുന്നതിന് വേട്ടാവുളിയനെ പോലെ ജ്ഞാനം ഊതിക്കൊണ്ടിരിക്കൂ. ഭഗവാന്റെ സഹായിയായി സ്വർഗം സ്ഥാപിക്കുന്നതിൽ ബാബയെ സഹായിക്കൂ. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ലക്ഷ്യത്തെ എപ്പോഴും മുന്നിൽ തന്നെ വെക്കണം.
അത് കണ്ണുകളുടെ മുന്നിൽ സ്ഥൂലമായിട്ടായാലും സൂക്ഷ്മമായിട്ടായാലും. എന്നിട്ട് നാം ആ ലക്ഷ്യത്തിലേക്ക് എത്ര എത്തിച്ചേരുന്നു, എവിടം വരെ എത്തി എന്നത് ചെക്ക് ചെയ്യുകയും വേണം. അതിനോടൊപ്പം നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് ഓർമ്മിച്ച് സന്തോഷിക്കുകയും ലഹരി ഉയർത്തുകയും വേണം. ബാബ നമ്മൾ ഓരോ ആത്മാക്കളെയും ലക്ഷ്മി നാരായണനെ പോലെ ആക്കിയെടുക്കുകയാണ്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യമാണ്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ജ്ഞാനം മറ്റുള്ളവർക്ക് യുക്തിപൂർവം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ബാബയുടെ സഹായിയായി സ്വർഗം സ്ഥാപിക്കുന്നതിൽ ബാബയെ പരിപൂർണമായും സഹായിക്കണം. പുറമേയുള്ള ലോകം സ്വർഗമാക്കുന്നതിന് നമ്മളുടെ ഉള്ളിൽ ആദ്യമേ തന്നെ സ്വർഗത്തിലെ ഗുണങ്ങൾ കൊണ്ടുവരണം. എപ്പോഴാണോ സ്വർഗത്തിൽ പോകാൻ നാം യോഗ്യരാകുന്നത്, അപ്പോഴാണ് വിശ്വത്തിൽ സ്വർഗം സ്ഥാപിതമാകുന്നത്. സ്വർഗം സ്ഥാപിക്കുന്നതിന് നമ്മൾ തന്നെയാണ് നിമിത്തമാകുന്നത്. അതിനാൽ ദൈവിക ഗുണം ധാരണ ചെയ്യണം. വരദാനം: ദേഹാഭിമാനത്തിൽ നിന്ന് വേറിട്ട് പരമാത്മാ സ്നേഹം അനുഭവിക്കുന്ന കമലാസനധാരിയായി ഭവിക്കട്ടെ. കമലാസനം എന്നാൽ ബ്രാഹ്മണ ആത്മാക്കളുടെ ശ്രേഷ്ഠസ്ഥിതിയുടെ അടയാളമാണ്. ഇങ്ങനെയുള്ള കമലാസനധാരി ആത്മാക്കൾ ഈ ശരീരബോധത്തിൽ നിന്ന് സ്വാഭാവികമായും വേറിട്ട് നിൽക്കുന്നു. അവരെ ശരീരബോധം തൻ്റെ വശത്തേക്ക് ആകർഷിക്കുന്നില്ല. ഏതുപോലെ ബ്രഹ്മബാബ നടക്കുമ്പോഴും തിരിയുമ്പോഴും ഫരിഷ്ത രൂപത്തെ അല്ലെങ്കിൽ ദേവതാ രൂപത്തെ സദാ സ്മൃതിയിൽ വെച്ചിരുന്നു. ഇതുപോലെ നാച്ചുറൽ ദേഹി അഭിമാനി സ്ഥിതി സദാ ഉണ്ടായിരിക്കണം. ഇതിനെയാണ് ദേഹാഭിമാനത്തിൽ നിന്ന് വേറിട്ടത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ദേഹാഭിമാനത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നവരാണ് പരമാത്മാ സ്നേഹിയായി തീരുന്നത്. ദേഹാഭിമാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിന് നമ്മുടെ ഫരിസ്ത സ്വരൂപത്തെ അല്ലെങ്കിൽ ദേവതാ രൂപത്തെ സദാ സ്മൃതിയിൽ വയ്ക്കണം. ഈ അഭ്യാസത്തിലൂടെ നാം ശരീരത്തിൽ നിന്നും ശരീരബോധത്തിൽ നിന്നും വേറിട്ട് മാറി നിൽക്കുന്നു. ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നാച്ചുറലായ ആത്മാഭിമാനി സ്ഥിതി ഓർമ്മയിലുണ്ടാകുന്നത്. ആരീ സ്ഥിതിയിൽ നിൽക്കുന്നുവോ അവർ പരമാത്മാ സ്നേഹിയാകുന്നു, ഒപ്പം കമലാസനധാരിയും ആകുന്നു. സ്ലോഗൻ: നിങ്ങളുടെ വിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ പ്രഭു പ്രസാദമാണ്. അവയെ എൻ്റേതെന്ന് മാനിക്കുന്നത് ദേഹാഭിമാനമാണ്. നമ്മളിൽ എന്ത് ഗുണങ്ങൾ, എന്ത് വിശേഷതകൾ, എന്ത് പ്രത്യേകതകളുണ്ടോ അതെല്ലാം ഈശ്വരൻ നമ്മൾക്ക് തന്നതാണ്. പ്രഭുവിൻ്റെ പ്രസാദമാണ്. അത് എൻ്റേതാണ് എന്ന് കരുതുന്നത് ദേഹാഭിമാനമാണ്. ഈ ദേഹാഭിമാനത്തെ മാറ്റി ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എല്ലാം ബാബയാണ്. ഈ സ്മൃതിയിലിരിക്കണം. ഓം ശാന്തി.